ചുവപ്പുകൊടിയെ വിശ്വസിച്ച് പിണറായി വിജയനെ വിശ്വസിച്ച് സിപിഎം നിയന്ത്രണത്തിൽ ആരംഭിച്ച ഇസ്ലാമിക ബാങ്കിംഗ് സംരംഭമായ ഹലാൽ ഫായിദയിൽ നിക്ഷേപിച്ചവരൊക്കെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഹലാൽ ഫായിദ സഹകരണ സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചതായി വിവരങ്ങൾ. ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, ഓഹരി ഉടമകൾക്ക് പണം തിരികെ നൽകിയില്ല എന്നും ചൂണ്ടിക്കാട്ടി നിക്ഷേപകരിൽ ഒരാളായ മയ്യിൽ സ്വദേശി KP നാസർ പരാതിയുമായി വരുമ്പോഴാണ് ഇത് പുറത്തുവരുന്നത്. ടി കെ ഗോവിന്ദൻ MLA വഴി മുഖ്യമന്ത്രി VD സതീശന് പരാതി നൽകിയെന്നാണ് വിവരങ്ങൾ. വിവരം പുറത്തായതോടെ പരാതിക്കാരന്റെ 1 ലക്ഷം രൂപ തിരിച്ചു നൽകിയിട്ടുണ്ട്. നിലവിൽ പരാതിയില്ല എന്നും തന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടു എന്നും നാസർ പറയുന്നു. പലിശരഹിത ഓഹരി നിക്ഷേപം സ്വീകരിച്ച് ഇസ്ലാമിക ബാങ്കിംഗ് രീതിയിലായിരുന്നു സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം നടന്നത്. 2017 ഡിസംബറിലായിരുന്നു ഉദ്ഘാടനം. പലിശയുള്ള സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് വ്യവസായ വ്യാപാര നിർമ്മാണ മേഖലകളിൽ മുടക്കുകയും അതിൽ നിന്നുള്ള ലാഭം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രവർത്തനം എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 8 വർഷം കഴിഞ്ഞിട്ടും പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയായില്ല. സ്ഥാപനത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ ഒരൊറ്റ കുഞ്ഞിനെ അറിയിച്ചിട്ടുമില്ല. നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട വിവരം CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉന്നയിക്കപ്പെട്ടിരുന്നു എന്ന് ടി കെ ഗോവിന്ദൻ MLA വ്യക്തമാക്കുന്നു. പയ്യന്നൂരിലെ ഫണ്ട് വെട്ടിപ്പ് ആരോപണം, കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്ക് കണ്ണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് കെട്ടിടമുണ്ടാക്കാൻ സ്വരൂപിച്ച ഫണ്ടിലെ ക്രമക്കേട് എന്നിവയ്ക്ക് പിന്നാലെയാണ് കണ്ണൂരിൽ CPMന്റെ മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 ഡിസംബർ 24-നാണ് വലിയ ആഘോഷങ്ങളോടെ ഹലാൽ ഫായിദ സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങിയത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന തുക വിവിധ വികസന പദ്ധതികളിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ലാഭം ഡിവിഡന്റായി നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന പലിശരഹിത ഇസ്ലാമിക ബാങ്കിംഗ് മാതൃകയിലായിരുന്നു ഇത് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ തുടങ്ങി അധികം വൈകാതെ തന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത ഏറെയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ചു. പക്ഷേ 2017 ശേഷം സ്ഥാപനത്തിന്റെ വരവ് ചിലവ് കണക്കുകളോ മറ്റു വിവരങ്ങളോ ലോകം അറിഞ്ഞിട്ടില്ല. എത്ര പേരിൽ നിന്ന് എത്ര തുക പിരിച്ചു, ഈ പണം എവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ല എന്നാണ് നിക്ഷേപകർ തന്നെ പറയുന്നത്. 1 ലക്ഷം രൂപയുടെ ഓഹരിയാണ് പരാതിക്കാരനായ നാസറിന് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന M ഷാജറായിരുന്നു ഹലാൽ ഫായിദ പ്രധാന പ്രൊമോട്ടർ. എന്നാൽ സാമ്പത്തിക വിവരങ്ങൾ അറിയാനും തുക തിരികെ നേടാനും ഷാജറിനെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ഒരിക്കൽ പോലും ഫോൺ എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് നാസർ പറയുന്നു. നിലവിൽ കണ്ണൂരിലുള്ള ഹലാൽ ഫായിദയുടെ ഓഫീസ് അടഞ്ഞുപൂട്ടിയ നിലയിലാണ്. വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ എന്തായാലും പ്രതിപക്ഷം ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കരുവന്നൂർ വിവാദം പാർട്ടിക്ക് സൃഷ്ടിച്ച ആഘാതം വളരെ വലുതായിരുന്നു. അതിന് പിന്നാലെയാണ് ഹലാൽ ഫായിദയിലെ പുതിയ സംഭവ വികാസങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇത് പാർട്ടി അണികൾക്കിടയിലും കടുത്ത നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ജനവിശ്വാസം നഷ്ടപ്പെട്ട സഹകരണ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് വിവരങ്ങൾ പുറത്ത് വരുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.